വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ആദ്യ മണിക്കൂറുകളിലൊക്കെ ഒരുപക്ഷെ കണ്ണൂരിൽ നിന്നൊക്കെ ആയിരുന്നു ആദ്യമായി പ്രശ്നം ഏറെക്കുറെ പരിഹരിച്ചൊരു വാർത്തകൾ വന്ന് തിരുവനന്തപുരത്ത് അപ്പോഴും അനിശ്ചിതാവസ്ഥ തുടരുകയായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള സാഹചര്യം. എയർ ഇന്ത്യ ജീവനക്കാരുടെ അപ്രഖ്യാപിത സമരത്തിൽ വലഞ്ഞ യാത്രക്കാരാണ് നമ്മളോട് ഒപ്പമുള്ളത്. യാത്രയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു എന്ന് അറിയുന്നത്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ ദൂരെ നിന്ന് വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എത്രമാത്രം റോഡ് പണികൾ നടക്കുന്നു അവിടെ എല്ലാം ഞങ്ങൾ ട്രാഫിക്കിൽ കുരുങ്ങി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റിന് ടൈം ആയപ്പോഴാണ് 10:30-ക്കാണ് അവർ പറയുന്നത് ഫ്ലൈറ്റ് ലൈക്ക് 1 hour ഡിലേ ആണ്. 11:40 പറഞ്ഞു, പിന്നെ അവസാനം 12:40 പറഞ്ഞു, പിന്നെ അവസാനം 1 o'clock പറഞ്ഞു. 1 o'clock പറയുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. സോറി, നമുക്ക് ഒരു വെള്ളം തന്നില്ല, കുടിക്കാനായിട്ട് ഒന്നുമില്ല. ഒരു പീസ് ബ്രെഡും തന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അത്രയും നേരം മുതൽ ഇന്നുവരെ വരെ. ആർക്കും ഒരു അക്കോമഡേഷൻ തരിക. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എത്രയോ പേര് അവിടെ നിന്ന് അവർ കുഞ്ഞുങ്ങൾ കരയെടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇവിടുന്ന് എയർ ഇന്ത്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിശദീകരണം നിലവിൽ ഇപ്പോൾ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അവർ ഞങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. പക്ഷെ അതൊന്നും കൺഫേം അല്ലല്ലോ. നമുക്ക് പലർക്ക് പല ഡേറ്റ് കിട്ടി. 10-ാം തീയതി കിട്ടിയവരുണ്ട്, 12-ാം തീയതി കിട്ടിയവരുണ്ട്, 14-ാം തീയതി കിട്ടിയ. സോ ദാറ്റ് ഈസ് നോട്ട് കൺഫേം. ഇന്നലെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് 10:40 ഫ്ലൈറ്റിൽ പോകാൻ എന്നൊരു യാത്രക്കാർക്ക് ഇന്ന് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അവർക്ക് പകരം ടിക്കറ്റ് ഇന്നത്തേക്ക് തന്നെ ഒരു ടിക്കറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഓടുമെന്നുള്ളതിന് ഇതില്ലല്ലോ, യാതൊരു അഷ്യൂരിറ്റി ഇല്ലല്ലോ. ഇങ്ങനെ ഇവിടെ തുടരുന്നതിൽ എന്താണ്? ജസ്റ്റ് വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ അനദർ ടിക്കറ്റ്, അനദർ എയർ ഫ്ലൈറ്റ് ഓർ സംതിങ്, ബട്ട് നത്തിങ് ഈസ്, എവറിഥിങ് ഈസ് ഓവർ ബുക്ക്ഡ്. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കായംകുളത്തുണ്ട് വരുന്നത്. എനിക്ക് ഷാർജയ്ക്ക് പോകാൻ വേണ്ടിയുള്ളതായിരുന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് 7 മണിയായപ്പോഴോടെ വന്ന് ബോർഡിംഗ് പാസും കിട്ടി. അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് തരില്ല. അവർക്ക് സ്ട്രൈക്ക് നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളതനുസരിച്ചുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാറല്ലേ. ഇതവിടെ കുത്തിയിരുന്ന് കറക്റ്റ് 10:40 അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു 12 മണിക്കാണ്, 12:40 പറയുന്നത്. അപ്പം നമ്മളെ എല്ലാ യാത്രക്കാരെല്ലാം അവിടെ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് കാര്യം റെസ്പോൺസ്. അവർ പറയും ഞങ്ങളിങ്ങനെ റീഫണ്ട് ചെയ്യാം. നമ്മൾ ഈ പ്രസ്ഥാനത്തെ നമുക്ക് പോകാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് റീഫണ്ട് ചെയ്താൽ അവരുടെ കൈ കഴിഞ്ഞെന്നുള്ളത്. അല്ല അവർക്ക് വേണ്ടി അക്കോമഡേഷനോ അല്ല എന്തൊരു ചെയ്യാൻ പോലും അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ടിക്കറ്റ് അടുത്ത് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ എപ്പം ഫ്ലൈറ്റ് ഓടുമെന്നുള്ള ആർക്കും ഇതുവരെ അറിയത്തില്ല എന്നൊരു സംഭവം നടത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുവാൻ ഈ എയർ ഇന്ത്യയുടെ അധികൃതർ തയ്യാറായില്ലെന്നാണ് ഏറ്റവും പരാതിയായിട്ട് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. പലരും യാത്രക്കാരും വീടുകളിലേക്ക് പോവുകയൊക്കെ ചെയ്തു. പകരം സംവിധാനം ഒരുക്കാമെന്ന് എയർ ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഈ സമരം എത്ര നാൾ തുടരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിശദീകരണവും നൽകുന്നില്ല. ചില യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുകയും ചെയ്തു. ഇന്നത്തേക്ക് തന്നെയുള്ള ടിക്കറ്റ് നൽകുകയും ചെയ്തെങ്കിൽ പോലും സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പോ ഒന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയെങ്കിൽ പോലും ആ യാത്ര തുടരാൻ കഴിയുമോ എന്ന കാര്യത്തിലും ഒരു ആശങ്ക യാത്രക്കാർക്ക് നിലനിൽക്കുന്നുണ്ട്.